ഓണം വരികയല്ലേ, അപ്പോൾ കുറച്ച് സെറ്റ് മുണ്ട് വാങ്ങാമെന്ന് കരുതി കാലത്ത് തന്നെ തിരുവല്ലോമലയ്ക്ക് വെച്ചു പിടിച്ചു. തിരുവല്ലോമല എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കുത്താമ്പള്ളിയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന്. എന്നാൽ കുത്താമ്പള്ളിക്ക് അല്ല കേട്ടോ പോയത്. കുത്താമ്പള്ളിക്ക് പോകുന്ന വഴി തന്നെ എരവത്തൊടി എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. അവിടെ ഹാൻഡ്ലൂം മാത്രം നെയ്ത് കിട്ടുന്ന ഒരു പ്രദേശമാണ്. അവിടെ 2 സൊസൈറ്റി ഉണ്ട്. ഒന്ന് തിരുവല്ലോമല സൊസൈറ്റി, പിന്നെ ഒന്ന് എരവത്തൊടി സൊസൈറ്റി. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും മുണ്ടെടുക്കാം എന്ന് കരുതി ഞങ്ങൾ കാലത്ത് തന്നെ അവിടേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ മുണ്ടുകളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള നെയ്ത്ത് നടക്കുന്ന ഒരു വീട്ടിലേക്ക് അത് കാണാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങള് നമ്മളെ കാർന്നൂർമാർ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന ആൾക്കാരാണ്. ഇവിടെ നെയ്യാൻ വേണ്ടി അല്ല പച്ചാമളയും പറയും. കോയമ്പത്തൂർ കുറച്ച് അപ്പുറത്ത് അതൊക്കെ കുറെ ആയിട്ടോ. അതൊരു പറയാൻ പോയ ഒരു 10-50 കൊല്ലൊക്കെ ആയിരുന്നു. കുറവാണ്. ചെറുപ്പക്കാർ വരുന്നില്ല. ആ വീടിൻ്റെ മുറ്റത്ത് എത്തുമ്പോൾ തന്നെ തറികളുടെ ശബ്ദമാണ് കേട്ടോ നമ്മളെ എതിരേക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് കുത്താമ്പുള്ളി എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി ആ പവർലൂമിലുള്ള മുണ്ട് വേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ എരവത്തൊടിയിലേക്ക് എത്തിയത്. ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് നോക്കി കുറച്ചു നേരം അവിടെ ഇരുന്നു. നമ്മൾ ധരിക്കണ ഓരോ സെറ്റ് മുണ്ടിൻ്റെയും പിന്നിൽ ഒരു ജീവിതത്തിൻ്റെ അധ്വാനമുണ്ട്. ഓരോ ഊടിലും പാവിലും നെയ്തി ചേർത്തിരിക്കുന്നത് വെറും നൂലിഴകളല്ല, തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു പാരമ്പര്യമാണ്. അതിനൊപ്പം തന്നെ അവരുടെ വിയർപ്പും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട്. ഒരു സെറ്റുമുണ്ട് അണിയുമ്പോൾ നാം അണിയുന്നത് ഒരു വസ്ത്രം മാത്രമല്ല, ഒരു നാടിൻ്റെ കൈത്തറി പാരമ്പര്യത്തെ കൂടിയാണ്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇതിനോട് വലിയ ആഭിമുഖ്യം കാണിക്കാറില്ലെന്ന് അദ്ദേഹം വളരെ വിഷമത്തോടെ കൂട്ടിച്ചേർത്തു. അവരുടെ സ്നേഹവും ഹൃദ്യമായ പെരുമാറ്റവും ഏറ്റുവാങ്ങി കൈത്തറിയുടെ മനോഹാരിതയും ആ നാടിൻ്റെ നന്മയും മനസ്സിലേറ്റി കുറേ നല്ല ഓർമ്മകളും മനസ്സിൽ വെച്ച് ഞങ്ങൾ അവിടുന്ന് യാത്രയായി.